നമ്മുടെ വരവേതായാലും ഗംഭീരമായി. അവൾക്കിപ്പോ നമ്മളെക്കുറിച്ച് നല്ല മതിപ്പായിരിക്കും അല്ലേ? നമ്മളെ കുറിച്ചല്ല, എന്നെ കുറിച്ച്. മതിപ്പ് മാത്രമല്ലടാ, അവക്കിപ്പോ എന്നെ വലിയ ഇഷ്ട. പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാ. ഇനി ആദ്യം അവളുടെ ബന്ധുക്കൾ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ നിന്റെ ഈ മുടിഞ്ഞ ജാടയും നമ്പരൊന്നും ഇവിടെ വേണ്ട. എടാ, എല്ലാവരും ഒന്ന് സോപ്പിട്ട് നിൽക്കണം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ കോടീശ്വരനാ. എന്ന് വെച്ചാൽ അവളുടെ പുറകെ വാലാട്ടി നടക്കാനൊന്നും എന്നെ കിട്ടില്ല. എത്ര വലിയ പണക്കാരി പെണ്ണാണെങ്കിലും ശരി, എന്റെ പെണ്ണ് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. അല്ല, നിർത്താൻ എനിക്കറിയാം. ഗീതു, രാത്രി കാലങ്ങളിൽ ഇങ്ങനെ മഞ്ഞും കൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പോയി കിടന്നുറങ്ങൂ. പോകാൻ. ആവശ്യമില്ലാത്ത കാര്യമൊന്നും താൻ അന്വേഷിക്കണ്ട. താനിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. കൊളമാക്കി കംപ്ലീറ്റ് നശിപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? എടാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എന്ത് വേണോ ആയിക്കോ. അവളുടെ സ്വത്തടിച്ചു മാറ്റുകയോ അതിന്റെ പകുതി എനിക്ക് തരികയോ എന്ത് വേണം ചെയ്തോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കല്യാണത്തിന് മുമ്പ് തേനെ, പാല്, ചക്കരെ എന്നൊക്കെ വിളിച്ച് പുറകെ നടക്കണം. അതാണ്ടാ ലേഡി സൈക്കോളജി. പിന്നെ കൂടുതൽ കൊളാവുന്നതിന് മുമ്പ് പോയി പിണക്കം തീർക്കടാ. എങ്ങനെ എങ്ങനെ എങ്ങനെ? മോള് വന്നൂന്നറിഞ്ഞു, ഒന്ന് കണ്ടേച്ചു പോവാൻ വന്നതാ. മോക്ക് അങ്കിളിനോട് പിണക്കൊന്നുമില്ലല്ലോ? ഞാൻ എന്തിനാ വക്കീലങ്കിളിനോട് പിണങ്ങുന്നേ? എല്ലാം എന്റെ തലയിലെഴുത്ത്, അനുഭവിച്ചല്ലേ പറ്റൂ. ഇത് വിധിയല്ലേ മോളെ, ചതിച്ചതാ. എല്ലാരും ചേർന്ന് എന്റെ അച്ഛനെ ചതിച്ചതാ. അതുകൊണ്ടാ പഠിച്ച നിയമം മുഴുവൻ പയറ്റി നോക്കിയിട്ടും എനിക്ക് അവനെ രക്ഷിക്കാനാവാതെ പോയത്. കോടതി പോലും നമ്മളെ ചതിച്ചില്ലേ മോളെ? എന്തിനാ വക്കീലെ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണേ? എല്ലാം മറന്നു വരിക. അവൾ അറിയണോടോ, അവളെല്ലാം അറിയണം. കൂടെ നിൽക്കുന്ന മുഴുവൻ ചതിയന്മാരാ. അവരെല്ലാരും കൂടെ ചേർന്ന് ഇവളെ കൊല്ലാനും മടിക്കില്ല. നീ ഇവിടെ ഇങ്ങനെ തനിച്ച് താമസിക്കുന്ന അപകടമാണ്. ഇവിടെ നീ നിൽക്കണ്ട, പൊയ്ക്കോ. ഇവിടെ ഇവൾക്കൊരാപത്തും വരില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? വക്കീൽ ചെന്നാട്ടെ, സമയം ഒരുപാടായി. എന്നാൽ അങ്കിള് പോയിട്ട് വരാം മക്കളെ. മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട, അകത്തേക്ക് പോയിക്കോളൂ. ചെല്ല്. ആരാ ആരാ? വക്കീൽ എങ്ങോട്ടായി രാത്രിയില്? ഞാൻ ഗീതുമോളെ ഒന്ന് കാണാൻ പോയതാ. നിങ്ങളുടെ നിയമപ്രകാരം അതും തെറ്റാണോ? വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും വക്കീൽ ഞങ്ങളോട് സഹകരിക്കുന്ന നല്ലത്. മാടശ്ശേരി തമ്പിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് വക്കീലാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊക്കെ അറിയാമെങ്കിൽ സാറല്ലേ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യും, ജയിലിൽ കൊണ്ടുപോയി തല്ലുക, ഉരുട്ടുക, എന്ത് വെള്ളം ചെയ്തോ. അല്ലാതൊരു ടോർച്ചും തെളിച്ചോണ്ട് വന്നാൽ ആരെങ്കിലും സത്യം പറയോ സാറേ? സോറി. എന്തിനാ ഇപ്പൊ ഗീതുവിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയണേ? എന്തിനാണെന്ന് ചേട്ടൻ അറിയായിരിക്കുമല്ലോ. ഗീതുവിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. അല്ല, ചില ഫാമിലി മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കാനുണ്ട്. തീരുമാനിക്കാനും രണ്ടാളെയും കാണാൻ പറ്റില്ല. ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് 10-11 കൊല്ലായി. ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാടശ്ശേരി തമ്പി. അയാളെ കാണിച്ചു കൊടുത്താൽ ഗവൺമെന്റിൽ നിന്ന് 50,000 രൂപ കിട്ടും. കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയിലിൽ ചാടി. കഷ്ണം കഷ്ണമായി കൊത്തി നുറുക്കി പുഴയിലേക്ക് എറിഞ്ഞു. ആരെയാന്നറിയോ? ഇല്ല. ഇതുപോലൊരു കഥയുമായി വന്നവനെ. കഥാപ്രസംഗക്കാരനെയാ? അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല, അധിക പ്രസംഗ. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത്. തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു, പിന്നെ വരട്ടി. അവൻ പോയില്ല, അവസാനം അവനെ കൊന്നു. എന്റെ ബ്രേക്ക് ഇട്ട് വണ്ടി വാ.
പക്ഷേ കൊന്നത് മാടശ്ശേരി തമ്പി അല്ല എന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത്. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. തമ്പി ആരെയും കൊല്ലില്ല, അത് എനിക്കറിയാം, നല്ല പോലെ അറിയാം. 10-15 കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പിള്ളി. തമ്പിയെ ചതിച്ചത് പാലത്തറക്കാരാണെന്നാ പറയണേ. പക്ഷേ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു. എന്തിനാ? പിന്നെ ജയിലിൽ ചാടി. അതെന്തിനാ? ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തിനാ? എന്തിനാ? ഉത്സവം കാണാനല്ല. പിന്നെ? ചതിച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ. അതാരാണെന്നറിയോ? അറിയില്ല. എനിക്കും അറിയില്ല. ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണമെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല, നിങ്ങളും നടക്കില്ല. അതെന്താ? പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടിയെടുത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂടാ തെണ്ടി പട്ടികളെ. നമ്മളിപ്പോ എവിടെ വന്നേ? ആ പറയാൻ വന്നിട്ട് മിക്കവാറും ഞാൻ അവിടുന്ന് എവിടെ വന്നത്? എന്നെ വഴി തെറ്റിക്കാൻ നോക്ക വൃത്തികെട്ടവന്മാര്. ആ ഈ കോങ്ങണിന് പ്രാന്തമുണ്ടോ? എത്ര നേരം എന്ന് വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കണം? ഈ ഏരി മുഴുവൻ നല്ല മൂർഖം പാമ്പുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു പേടിത്തൂറി എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. വാ പോവാ. ആശാനെ വന്നുണ്ട്. അയ്യോ ബാബോ, പാമ്പല്ല ആശാനെ, അവന്മാരില്ലേ വന്നത്. കല്യാണം കഴിഞ്ഞ് എനിക്ക് കിട്ടാൻ പോണ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കിക്കൂടാ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് തെങ്ങിക്കേരെങ്കിലും ജീവിക്കാം. അവന്മാര് ദേ എത്തിപ്പോയ ആശാനെ. എത്തട്ടടാ എത്തട്ടെ. ദാ ഇടിവെട്ടേറ്റ തെങ്ങ് കണ്ട നിന്റെ തല പോലെ. എന്റെ ഞാൻ നമുക്ക് തെറ്റാ. എന്ത്? അതല്ലടാ, പിന്നെ അത് അതൊന്നുമല്ലേ. കല്ലാക്കാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു. ഹലോ, ഇതാ ചരിത്രനാടകത്തിന്റെ ആൾക്കാരല്ലേ? ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ. ഓ, അത് ശരി. ഉത്സവത്തിന് വന്നാ? ആ, ഹലോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ, അല്ല ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ? അത് ഞങ്ങളുടെ പരിപാടി. തുടങ്ങടാ. ഞാനേ ആശാനെ. തൈര് കലക്കണ സാധനം ഇതാണ് അത്. ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത്? എന്താ ഇതിന്റെ മെത്തേഡ്? മെത്തേഡ് ഈസി. ആദ്യം ഇതിങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല, പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്. ആരുടെ? ഇത് കൊല്ലാനുള്ളതല്ല. ആരാടാ ഇവരെ അടിച്ചത്? ഇയാളെന്റെ കണ്ണിലിട്ട് കുത്തി. ഇവനെന്റെ താരിക്കെട്ട് ചവിട്ടി. അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ അടിക്കുക അവകാശം ഞങ്ങൾക്കാ. കരാട്ടിൽ അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടിയാൽ ആദ്യം അടി ഞങ്ങൾക്കാ. ഇല്ലേ? എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിൽ നിന്ന് കൂടെ ആരെങ്കിലും അടിക്കും. അടിയടാ. പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ലോണം ഞെരിക്ക്. പിടിക്കടാ. അവനെയല്ല എന്നെ. അവനെ പിടിക്കാൻ. നിർത്തണോ? കൂടെ നിൽക്കാതെ അവനെ പോയി അടിക്കണോ? എവിടെ പോയി അടിക്കണം? അവിടെ പോയി അടിക്കണോ? ഒരു നിരപരാധിയെ എടുക്കാനാ. നിനക്ക് പാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ? കേട്ടാ? എന്നാലേ കെട്ടിച്ച് തരാവടാ. വർഗീച്ചേട്ടോ, എന്താ വർഗീച്ചേട്ടാ? അടി അടി പൊരിഞ്ഞടി. ഓടി വാ, ഓടി വാ.
പ്രേമിക്കണല്ലടാ, പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂലേ? എന്ത് ഭ്രാന്തായി കാണിക്കണേ? അവരെ വിട്, അവരെ വിട്. അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല. അവര് കഥാപുസ്തകക്കാര് അല്ല. ഞങ്ങൾ പ്രേമിക്കാൻ തന്നെ വന്നതല്ല. കഥാപുസ്തകക്കാര്. അതെ, ഞങ്ങൾ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാ. ഗാനഭൂഷണം കൊച്ചിൻ കേട്ടില്ലേ? നിന്റെ ചെണ്ടിയും പപ്പടം ഞാൻ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാണ്. എന്തിനാടാ ഇത്ര നേരത്തെ വന്നത്? അടിയടാ. എന്തിനാടാ ഗീതയോടൊപ്പം വന്നത്? അത് പിന്നെ മാളികപ്പുരയെ താമസിച്ചെന്തിനാടാ? അത് ഫുഡ്. അവരങ്ങനെയാ. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്നേ കഥ എഴുതൂ. അവിടുത്തെ കഥയെ പറയൂ. വായ തുറന്ന് പറയൂ. അതെ, ഞങ്ങൾ ഈ നാട്ടിലെ കഥ ഈ നാട്ടിൽ എഴുതാനാണ് നേരത്തെ വന്നത്. ഈ നാട്ടിലെ കഥയോ? ആരെപ്പറ്റി കഥ എഴുതാനാടാ നീ വന്നത്? മാടശ്ശേരി തമ്പിയെ പറ്റി. അതെ, മാടശ്ശേരി തമ്പിയുടെ കഥയാ ഞങ്ങളോട് പറയാൻ പോകുന്നത്. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്ന് പറഞ്ഞ ഒരുത്തിനോട് വന്നില്ലേ? എവിടെ നിന്ന് വന്നു? അവനെ കൊന്നില്ലേ? ആര് കൊന്നു? മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര്? ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ആരോട് പകരം വീട്ടാൻ? ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ. ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത്? വാ, വന്ന് തല്ലേ. മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആരാന്ന് വെച്ചാ വന്ന് തല്ലടാ. വന്ന് തല്ലടാ. വാടാ. ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. എറിഞ്ഞോ? പോരാ എറിഞ്ഞോ? ആ കുപ്പിയിലും കല്ലിലും നോക്കണം. അങ്ങനെയല്ല, അതെ നോക്കൂ, ഇങ്ങനെ അറിയണം. ഇല്ലല്ലോ, ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ്. എറിഞ്ഞോ? ഇത് കൊള്ളൂലേ? നല്ല ഉന്നുള്ള കൈയാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കഥാപ്രസംഗക്കാരാ. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ആ രണ്ട് കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞിട്ട് എന്തായാലോ? അവരല്ലേ സാറിന്റെ അപ്പുറം അപ്പുറം ഇരിക്കുന്നത്? ആ തെണ്ടികളാണ് ഈ തെണ്ടി. എടാ, നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയല്ലോ. പറയും സാർ. പറയില്ല സാർ, പറയാം. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം. കൈമാറ്റടാ, ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. പ്രഷർ ഉണ്ടല്ലേ? ആവശ്യത്തിന് ഷുഗർ ഉണ്ടോ? വേഗം സ്ഥലം വിട്ടോണം. ഇനി രണ്ടുപേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയാ കരിങ്കല്ലിനെറിഞ്ഞ് മുട്ടുകാലിയിലടിച്ചോളാം. ഓടണ്ട, ജീപ്പിലോട്ട് കയറ്. ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട. ഇവന്മാരെ എന്റെ ഉത്സവത്തിന് കഥ പറയാൻ വന്നവരാ. അവര് കഥ പറയും. ഇതിൽ പോലീസ് ഇടപെടണ്ട. പിന്നെ കള്ളന്മാരെ ഇടപെടണോ? അതുകൊണ്ടാണല്ലോ താൻ ഇടപെടണ്ടെന്ന് പറഞ്ഞത്. ഇടപെട്ട തന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റുന്ന പ്രശ്നമില്ല. താൻ ഈ നാട്ടിൽ തന്നെ കിടക്കും. പെൻഷൻ പോലും ഇല്ലാതെ ടെൻഷൻ അടിച്ച്. അയ്യയ്യേ, നിങ്ങൾക്ക് ഈ വിവരം എന്നോട് പറയാമായിരുന്നില്ലേ? എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങനെയാ, എല്ലാ രഹസ്യമായിട്ടേ ചെയ്യൂ. ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്നാ. അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും. എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം. ഓഹോ. പാലത്തറക്കാരുടെ എല്ലാ ചെറ്റത്തരങ്ങളും അന്ന് വിളിച്ചു കൊണ്ടുപോകണം. അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പാലത്തറക്കാരെ നാട്ടുകാർ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം. ഓ അല്ല, അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങളെ ഓടിച്ചിട്ട് അടിക്കൂലേ? അടിക്കും. പക്ഷെ പറയാതിരുന്നാൽ ഒടിച്ചു മടക്കും. ആരാരെ? ഞാൻ നിങ്ങളെ. കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. റീൽസ് തുടങ്ങിയുള്ളൂ. ഇവിടെ വെച്ചല്ല, അവിടെ. ആരെയാണ്? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, അവളുടെ ബന്ധുക്കളെ നമ്മൾ കയ്യിലെടുക്കുന്നതാ ബുദ്ധി. വാ. ഗീതുവിന്റെ ബന്ധുക്കളാ? അതെ, ഗീതുവിന്റെ ആരായിട്ട് വരും? അച്ചമ്മയാ ഞാന്. ഗീതുവിന്റെ അച്ഛമ്മ. എന്തൊരു നല്ല അച്ഛമ്മ. അച്ഛമ്മ അനുഗ്രഹിക്കണം. ഗീതുവിന്റെ ചെറിയമ്മ. ഗീതുവിന്റെ ചെറിയമ്മ. നല്ല ഉഗ്രം ചെറിയമ്മ. ചെറിയമ്മ അനുഗ്രഹിക്കണം. ഇത്
ഇവിടുത്തെ വേലക്കാരി. കലക്കം വേല തന്നെ വേല. സോറി, വേലക്കാരികളെ കണ്ട പണ്ടേ എനിക്ക് വീക്കുന്നത്. നിങ്ങളുടെ കഥയുടെ പേരെന്താ പറഞ്ഞത്? പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. ആഹാ, അവിടം വരെ എത്തിയോ കാര്യങ്ങൾ? അതേ മുതലാളി, അവിടെ കഥയെഴുത്ത് തുടങ്ങി. എടാ മാസ്റ്ററെ, നീ ഇത് കേട്ടോ? എന്താ മുതലാളി? ഓ പൊട്ടൻ. എടാ അവന്മാര് കഥയ്ക്ക് പേരിട്ടെന്ന്. പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. ഫസ്റ്റ് ക്ലാസ് പേര്. ഹാ, പോയി തൂക്കടാ തെണ്ടികളെ. മര്യാദയ്ക്ക് കുളിക്കാൻ പോലും തെണ്ടികൾ സമ്മതിക്കില്ല. നീയൊക്കെ പാലത്തറക്കാരെ പറ്റി കഥ എഴുതും അല്ലേടാ? രണ്ടിന്റെ നാവ് ഞങ്ങൾ അറിയും. ഇവിടത്തെ ചെറ്റത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നിന്നെയൊക്കെ ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. മാസ്റ്റർ, യെസ് ബോസ്. ഹൂസ്? ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്കും മനസ്സിലായി. ആ ശരി, എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ എഴുതേണ്ട കഥ ഞാൻ പറഞ്ഞു തരാം. മാടശ്ശേരി തമ്പി അഥവാ പരമനാറി. അവൻ എന്റെ കുടുംബത്തെ ചതിച്ചതും നാടായ നാട് മുഴുവൻ ഉണ്ണികളെ സൃഷ്ടിച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവരിവിടെ പകരം ചോദിക്കാൻ വരുമ്പോ ഈ കഥ കേട്ട് നാട്ടുകാരവനെ ചുട്ടുകരിക്കണം. എന്താ? അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങളെ തല്ലും. തല്ലും. ഈ കഥ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. ഏതാ വേണ്ടതെന്ന് വെച്ചാ തീരുമാനിച്ചോ. ആ നീ ആരുടെ കയ്യിൽ നിന്ന് മരിക്കാൻ പോണേ? അയ്യോ, ഈ കാലത്ത് നമ്മുടെ പോകാതെ പോകും. എന്താ അതിനൊരു പാലിന്റെ ചൊവ്വ? ഇന്നേ വരെ അവൻ പാൽക്കഞ്ഞി കണ്ടിട്ട് പോലുമില്ല. ദാരിദ്ര്യവാസിയാ. കുറച്ചുകൂടെ ഒഴിക്കട്ടെ. എനിക്ക് മതി. ദാ ആ കുട്ടിയെ കണ്ടുപിടിക്ക്. ഇപ്പൊ തന്നെ 3 എണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. തെണ്ടി. അമ്മായി, ഈ പാൽക്കഞ്ഞി കുടിച്ച വെളുക്കുവോ? വെളുക്കുവടാ, വെളുക്കും. ഈ കുടിപ്പാണ് കുടുംബം വെളുക്കും. ഇറക്കി വിടാ മനസ്സിലടാ മാക്രി. ഞങ്ങൾ പാൽക്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഫിനിഷ് ചെയ്തിട്ടില്ല. ഈ പടി ഇറങ്ങിയ രണ്ടിലെ ചുട്ടുകളെ ഞാൻ കാണാവില്ല. ആർക്കാ ഇവിടെ കയ്യൂക്കം? ഇങ്ങോട്ട് ഇറങ്ങണ രണ്ടും. താളം ചവിട്ടാ ഇറങ്ങണ രണ്ടും. ഞാൻ നോക്കിക്കോളാം. മുന്നേ ഇറങ്ങി വേണം. ഗാനഭൂഷണം സതീഷ് കൊച്ചിനാ പറയുന്നത്. എടാ നിന്നോട് ഞാനാ പറയുന്നത്. ഇറങ്ങി വേണം. പുല്ല് കേറി വേണം. പുല്ല് ഇറങ്ങി വരാൻ. കേറി വരാൻ. കേറി വേണം. പട്ടി വന്ന മാസം അടിക്കും. നിന്നെ അടിക്കൂടാ. കുരുക്കണ തൊഴിച്ചോ. അവരെനിക്ക് വിട്ടു തന്നാലും കളിക്കരമേ തുടരുത്. നീ അടിവേര് നോക്കി ചവിട്ടണ അങ്ങോട്ട്. നീ ചവിട്ടണ. മാസ്റ്ററെ പറ്റിച്ചു. പിടിയോമാരെ വിളിച്ചട ഗീതു അവിടെ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ എവിടെയൊക്കെ തപ്പി. ഞങ്ങള് തടി തപ്പി വന്നതല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ തടി? വടക്കേപ്പുറത്തൊരു നല്ല തടി കിടപ്പുണ്ട്. മാഞ്ചിയം. അത് പറ്റുമോ നോക്ക്. മാഞ്ചിയത്തെ പറ്റി ആടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ കഴുത്തിയാൻ പറ്റും. സ്റ്റേജ് കെട്ടാനാണെങ്കിൽ നല്ല മുള്ളുള്ള മുരുക്കിന്റെ തടി ഉണ്ടല്ലോ, അതുപോലെ. മുരുക്ക് ആ തടിയല്ല, ഞങ്ങളുടെ തടി അപകടത്തിലാന്നാ പറഞ്ഞു. വേഗം പറ. ഗീതു അവിടെ. ഗീതു മോൾ അകത്തുണ്ട്. ഗീതു 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 ഗീതുവിന്റെ ബന്ധുക്കൾ ഞങ്ങളുണ്ടല്ലോ. വേൾഡ് കപ്പിൽ ഫുട്ബോൾ തട്ടുമ്പോൾ തട്ടി കളിച്ചത്. ഒരു വിധത്തിൽ അവിടെ രക്ഷപ്പെട്ടു വന്നത്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്നത്? ആവശ്യമില്ലാത്തടത്തൊക്കെ പോകാൻ പോയത്? ആവശ്യമില്ലാത്തടത്തോ? ഗീതുവിന്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെയും കൂടി ബന്ധുക്കളല്ലേ? അതെ. ഗീതു എത്രയും പെട്ടെന്ന് ഈ വിവരം ബന്ധുക്കളെ അറിയിക്കണം. എന്നാലേ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റൂ. ഏത് വിവരം? ഹാ,
നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്നുള്ള വിവരം ഇനി അതെന്തിനാ മറച്ചു വെക്കുന്നത്? താൻ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ പ്രേമോ? അതെ, ഈ വിവരം ഒന്നും ഇനിയിപ്പോ ബന്ധുക്കളെ ആരെ അറിയിക്കാൻ നിൽക്കണ്ട. ഗീതുവിന്റെ ബന്ധുക്കളൊക്കെ വെറും ചെറ്റകളാ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ കല്യാണം നടത്താം. എന്തേ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് നല്ല സുഖമല്ലേ? ദേ, ഇവര് നിങ്ങളെ തല്ലു ഒളിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. നിങ്ങളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. അല്ലാതെ ഇവിടെ ആർക്കും പ്രേമവും കുന്തോ ഒന്നുമില്ല. മനസ്സിലായോ? ഗീതു എന്തായി പറയുന്നത്? ഞാൻ ഗീതുവിന്റെ അച്ഛമ്മയുടെ ചെറിയമ്മയുടെ അനുഗ്രഹവും അനുവാദവും ഒക്കെ വാങ്ങി പാൽക്കഞ്ഞിയൊക്കെ കുടിച്ച് കല്യാണത്തിന് തയ്യാറായി നിൽക്കുക. ഈ സമയത്ത് ദുഷ്യന്തൻ ശകുന്തലോട് പറഞ്ഞ പോലെ എന്നോട് പറയരുത്. തമാശ കളിക്കരുത്. അവസാന നിമിഷം ഗീതു കാലം വരാനുണ്ടല്ലോ, ഈ മണ്ണിൽ 2 ശവങ്ങൾ വീഴും. ഞങ്ങൾ രണ്ടുപേരുടെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ഇനി ഇവിടെ നിന്നാ എന്താ ഉണ്ടാവുക രണ്ടാൾക്കും നല്ലോണം അറിയാലോ. പിള്ളച്ചേട്ടാ, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുത്തു വിട്ടേരെ. അപ്പൊ നീ എന്നോട് നുണ പറഞ്ഞതല്ലേ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. ഓടിക്കോ. ജീവനും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. ഓടാ. എടീ, നീയൊക്കെ ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ കൊടുക്കുന്നതാണല്ലേ? ആ അതെ, നീയൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ ഹോസ്റ്റലിലേക്ക് വാടി, ശരിയാക്കി തരാൻ ഞാൻ. അതിന് നീയൊക്കെ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? അയ്യോ, കളിയാക്കല്ലേ. ഗീതുവിനെ കെട്ടാൻ പോണ ചെറുക്കനാ. ഇവിടെയൊക്കെ പോലുള്ള പണക്കാരി പെമ്പിളയുടെ സ്ഥിരം നമ്പരായത്. പ്രേമിച്ചിറന്നിട്ട് ഒടുവിൽ സീരിയസ് ആകുമ്പോ സഹോദരിയെ പോലെ കാണാൻ പറയുക. സഹോദരിയെ പോലെ കാണാൻ പറ്റിയ ആളുകള് അതിനെ നല്ല കുടുംബത്തിൽ ജനിക്കണം കേട്ടാ. മതി. വന്നേ. വാ. ആ ഞങ്ങള് പോവാ. അനിത പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ ജനിക്കാത്തതിന്റെ കുറവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. അവിടുന്ന് പുറത്തിറങ്ങുമ്പോ ഇത്തിരി സംഗീതം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എങ്ങനെ ഒരു വേഷം കിട്ടിയത്? സത്യം പറഞ്ഞ ഞങ്ങളിവിടെ മുഴു പട്ടിണിയിലായിരുന്നു. വിശപ്പ് മൂക്കുമ്പോ എന്തൊക്കെയോ കുരുത്തക്കേടുകൾ കാട്ടിയിട്ടുണ്ട്. അതൊന്നും ഇത്ര വലിയ തെറ്റാണെന്ന് അറിഞ്ഞിരുന്നില്ല. ക്ഷമിക്ക. പിന്നെ അർഹിക്കാത്തതായിട്ടും വെറുതെ ഒരുപാട് മോഹിച്ചതിനും മാപ്പ്. പടാ.